ഞാൻ കട്ടക്കലിപ്പിൽ മുഷ്ടി ചുരുട്ടി അവരുടെ ക്ലാസ്സിലേക്ക് എന്നു. എന്നെ കണ്ടതും ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ പേടിയോടെ എഴുന്നേറ്റു. ആ കുരിപ്പ് മാത്രം എന്നെ കണ്ടില്ല. ഒടുക്കത്തെ എഴുത്താണ്. അടുത്തിരുന്ന നിത്യയും കൃപയും ഞെട്ടലോടെ അവളെ തോണ്ടി വിളിക്കുന്നുണ്ടെങ്കിലും അവൾ തല പൊക്കുന്ന പോലെയില്ല. ഞാൻ നേരെ പോയി അവളിരിക്കുന്ന ഡെസ്കിൽ ആഞ്ഞടിച്ചു. പെണ്ണ് ഞെട്ടി എഴുന്നേറ്റ് എന്നെ നോക്കി. എവിടെയായിരുന്നടി ഇത്രയും ദിവസം? ഞാൻ ചോദിച്ചിട്ടും അവൾ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിന്നു. അതും കൂടിയായപ്പോൾ എനിക്ക് വീണ്ടും കലിച്ചു കയറി. ഞാൻ അവരുടെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് വേയിച്ചു പോയി. മാഷേ, എന്താ ഇത്? വീട്, എനിക്ക് വേദനിക്കുന്നു. പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെയും കൊണ്ട് ഗ്രൗണ്ടിൻ്റെ പുറകിലുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി നിർത്തി. എന്തിനാടി നീ ഈ 2 ദിവസം ലീവ് എടുത്തത്? എൻ്റെ മുന്നിൽ വരാതിരിക്കാനില്ലേ? പറയടി കോപ്പേ. എന്താടി നിനക്കെന്നെ ഇഷ്ടമല്ലാത്തത്? പറ. വേറെ ആരെയാ നീ കണ്ടുവച്ചിരിക്കുന്നത്? പറയടി. അങ്ങനെ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. ആദ്യമായിട്ടാ ഇഷ്ടം തോന്നിയ ഒരുത്തിയോട് അത് തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് ഒടുക്കത്തെ ജാട. വേണ്ടടി, നീ എന്നെ ഇഷ്ടപ്പെടണ്ട. നീ ഞാൻ പറഞ്ഞ പോലെ വല്ല കോന്തനെയും കിട്ടി പൊയ്ക്കൊടി ശവമേ. എനിക്കാരും വേണ്ട. പെരുത്തുകയറിയ ദേഷ്യത്തിൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ഞാൻ അവളെ വിട്ടുതിരിഞ്ഞു. എന്താ പണ്ടായേ? എനിക്കൊന്നും പറയാനുള്ള അവസരമെങ്കിലും തന്നൂടെ? ആദ്യമായിട്ടാ മാഷിൻ്റെ ഇങ്ങനെയൊരു മുഖം കാണുന്നത്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പേടിച്ചിട്ടാണെങ്കിൽ മാഷിൻ്റെ അടുത്തേക്ക് പോകാനും വയ്യ. ഞാനൊന്നും മിണ്ടാത്തത് കണ്ട് മാഷ് വീണ്ടും എനിക്ക് നേരെ തിരിഞ്ഞു. ഞാൻ തല താഴ്ത്തി നിന്നു. നീ എന്തിനാ തല താഴ്ത്തി നിൽക്കുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മാഷ് വീണ്ടും കലിപ്പായപ്പോൾ ഞാൻ പേടിച്ച് മാഷിനെ നോക്കി. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു മാഷ് ശ്വാസം ഒന്ന് നീട്ടിയെടുത്തത് എൻ്റെ അടുത്തേക്ക് വന്നു. ഓക്കെ, ഇനി പറ, നീ എന്താ 2 ദിവസം അമ്പലത്തിലും കോളേജിലും വരാതിരുന്നത്? അത് 2 ദിവസം അടുപ്പിച്ച് മഴ നനഞ്ഞില്ലേ, പനി പിടിച്ചു. ഞാൻ വിക്കി എങ്ങനെയൊക്കെയോ പറഞ്ഞു. അപ്പോൾ മാഷിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഇതായിരുന്നു കാര്യം. ഞാൻ അങ്ങോട്ട് പേടിച്ചു പോയി. എന്നാ നിനക്കത് നേരത്തെ പറഞ്ഞൂടായിരുന്നു? അതിന് മാഷ് എന്നെ പറയാൻ സമ്മതിച്ചില്ലല്ലോ. എനിക്ക് ശരിക്കും പേടിയാ. എന്നെയോ? അല്ല, നിനക്കിത്ര പ്രതിരോധശേഷിയില്ലേ? 2 ദിവസം ഞാനും മഴ നനഞ്ഞിരുന്നല്ലോ, എന്നിട്ട് എനിക്ക് പനി പിടിച്ചില്ലല്ലോ. ഞാനൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. മാഷ് ഒന്നുകൂടി എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചൂണ്ടുവിരൽ കൊണ്ട് എൻ്റെ താടിയിൽ പിടിച്ച് പൊന്തിച്ചു. പേടിച്ചു പോയോ? ഞാൻ അതെന്നും അല്ലാന്നും തലയാട്ടി. മാഷൊന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ഞാൻ ഞെട്ടി മാഷിനെ നോക്കി. സോറി ദേവട്ടി, പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയായി. അതിൻ്റെ കൂടെ നിന്നെ കാണാതെ കൂടി ഇരുന്നപ്പോൾ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടോ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേ? കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ ദേഷ്യപ്പെട്ട സത്യമായിട്ടും ഞാൻ കരയും. അത് പറഞ്ഞ് മാഷിനെ നോക്കി. മാഷ് അന്തം വിട്ട് എന്നെ തന്നെ നോക്കുക. എന്താ ഇങ്ങനെ നോക്കാൻ? ഞാൻ പറഞ്ഞു ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് നോക്കി. ഈശ്വര, ഞാൻ പകച്ച് പണ്ടാരടങ്ങി മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. മാഷിൻ്റെ മുഖത്തെ അന്താളിപ്പ് മാറി ഒരു പുഞ്ചിരി വിടർന്നു. ഈശ്വര, ഒരിക്കലും പറയരുതെന്ന് ആഗ്രഹിച്ചത് തന്നെ ഞാൻ അറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണിരിക്കുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. വേഗം സ്ഥലം കാലിയാക്കാം. ഞാൻ വേഗം എൻ്റെ കവിളിൽ വെച്ചിരുന്ന മാഷിൻ്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ബട്ട് മാഷ് എന്നെ അപ്പോൾ തന്നെ എൻ്റെ കൈ പിടിച്ച് മാഷിൻ്റെ അടുത്തേക്ക് വലിച്ചു. ഞാൻ കറക്റ്റായിട്ട് മാഷിൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അപ്പോൾ തന്നെ ഞാൻ ഞെട്ടി കുറച്ച് വിട്ടുനിന്നു. എങ്ങോട്ടാ ഓടാൻ നോക്കുന്നേ? മാഷൊരു കള്ളച്ചിരിയോടെ എന്നോട് ചോദിച്ചപ്പോൾ ആ നോട്ടം നേരിടാനാകാതെ ഞാൻ തല താഴ്ത്തി. എന്നെ നോക്ക് ദേവുട്ടി. മാഷേ ഞാൻ പോട്ടെ. പറ്റില്ല. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാതെ ദേവുട്ടിയെ ഞാൻ വിടില്ല. ഈശ്വര, പണി പാളി. ഞാൻ എന്തു പറയും? ഇത് തന്നെ അറിയാതെ പറഞ്ഞത് പോയതാ. ഇല്ല, ഇത് ശരിയാകില്ല. അത് മാഷിന് എന്നേക്കാ നല്ല കുട്ടിയെ കിട്ടിയില്ലേ? ഞാൻ മാഷിന് ചേരില്ല. അത് കേട്ടതും മാഷിൻ്റെ മുഖം മാറി. വീണ്ടും എന്നെ രൂക്ഷമായി നോക്കി. നിന്നേക്കാൾ നല്ല കുട്ടിയല്ല, നിന്നെയാണ് എനിക്ക് വേണ്ടത്. നിന്നെ മാത്രം. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ എന്താ അത് തുറന്നു പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? അത് ഞാൻ മാഷേ പറഞ്ഞിട്ട് പോയാൽ മതി ദേവിക്കുട്ടി. അങ്ങനെ അങ്ങ് നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാഷി വീണ്ടും ആ വശ്യമായ ചിരിയോടെ പറഞ്ഞതും എന്നിലും ഒരു നാണത്തിൻ്റെ പുഞ്ചിരി വിടർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? അതുപോരാ, ശരിക്കും ക്ലിയറായിട്ട് പറ. എനിക്കാകെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ വന്നു. ഹൃദയമിടിപ്പ് വല്ലാതെ കുതിച്ചുയർന്നു. തൊണ്ടയൊക്കെ വറ്റി വരണ്ട പോലെ. ഇഷ്ടമാണ് ഒരുപാട്.
മാഷിൻ്റെ കാതോരം പറഞ്ഞ് ഞാനൊരു ചിരിയോടെ മാഷിനെ തള്ളി മാറ്റി ഓടി. ദേവൂട്ടി പറഞ്ഞത് കേട്ട് എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനൊക്കെ തോന്നി. ഐ എം റിയലി ഹാപ്പി ടുഡേ. ദേവിക്കുട്ടി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ഇത്ര സന്തോഷിച്ച നിമിഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഫോണെടുത്ത് ഗീതുവിനെ ഈ സന്തോഷവാർത്ത അറിയിച്ചു. പുള്ളിക്കാരി ഡബിൾ ഹാപ്പി. മാഷിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതോർത്ത് എന്നിലൊരു നാണത്തിൽ കുതിർന്ന പുഞ്ചിരി വിടർന്നു. ഞാൻ ഡെസ്കിലേക്ക് തല വെച്ച് കടന്നു. മനസ്സിൽ നിറയെ എൻ്റെ മാഷാണ്. മാഷിനെ ഒരിക്കലും എന്നിൽ നിന്ന് അകറ്റരുതേ കൃഷ്ണ. നിത്യയും കൃപയും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹികെട്ട് രണ്ടിനോട് കാര്യം പറഞ്ഞു. പറയേണ്ടിയിരുന്നില്ല. ഒരൊറ്റ കാർച്ചയായിരുന്നു രണ്ടും കൂടെ. അത് കേട്ട് മറ്റു കുട്ടിയെ നോക്കിയപ്പോൾ ഞാൻ രണ്ടിൻ്റെയും വായ പൊത്തി. അല്ല പിന്നെ പെട്ടെന്നാണ് മാഷ് ബുക്കും പിടിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്നത്. ഓ മൈ ഗോഡ്, ഇന്ന് ഫസ്റ്റ് പീരീഡ് മാഷായിരുന്നു. ഇഷ്ടം നാളെ പറഞ്ഞാൽ മതിയായിരുന്നു. മാഷിനെ കണ്ടപാടെ നിത്യയും കൃപയും അവരുടെ പണി തുടങ്ങി. വേറെന്താ, കളിയാക്കൽ തന്നെ. അവരെന്നെ നോക്കും, പിന്നെ മാഷിനെ നോക്കും, എന്നിട്ട് അടക്കി പിടിച്ച് ചിരിക്കും. ഇത് തന്നെ പണി, തെണ്ടികൾ. മാഷിനും ആകെ എന്തോ പോലെ ആയിട്ടുണ്ട്. എനിക്കെന്തോ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ചടപ്പായിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു എൻ്റെ അമ്മേ. മാഷിന് അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെയില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ എന്തായി മോളുസേ? കൃപ പറഞ്ഞു. അത് തന്നെ. ഇനി എന്തൊക്കെ കാണണാവോ. രണ്ടും കൂടി എൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചെവി തിന്നുകയാണ്. ഒന്നും മിണ്ടാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കടി രണ്ടും. പിന്നെ ഭാവി കൊട്ടേൻ്റെ ക്ലാസ്സല്ലേ, മോൾ ഒറ്റയ്ക്ക് ശ്രദ്ധിച്ചോട്ടോ, നിത്യ പറഞ്ഞു. കൃപ, സംസാരിക്കാനാണെങ്കിൽ പുറത്തു പോയി സംസാരിക്കണം. എൻ്റെ ക്ലാസ്സിൽ അത് പറ്റില്ല. മാഷ് എന്നെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അത് പറഞ്ഞതു നിത്യയും കൃപയും വായും പൊളിച്ച് എന്നെ നോക്കി. അപ്പോൾ നീ എന്താടി പുകയോ? നീയും സംസാരിച്ചല്ലോ, നിത്യ ചോദിച്ചപ്പോൾ ഞാൻ ചിരി അടക്കി പിടിക്കാൻ പാടുവിടുകയായിരുന്നു. ദേവിക്കുട്ടിയെ അന്വേഷിച്ച് ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ പുള്ളിക്കാരി ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള സ്റ്റെപ്പിലിരുന്ന് ഭയങ്കര എഴുത്താണ്. ഞാൻ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ അടുത്തേക്ക് ചെന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആശാത്തി എഴുത്തല്ല, ചിത്രം വരെയാണ്. അയ്യോ, മാഷായിരുന്നോ? മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പെണ്ണി നെഞ്ച് കൈവച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു. ഞാൻ അവരുടെ അടുത്തായിരുന്നു. ഇതാണോടി നിന്റെ നോട്ട്ബുക്ക് എഴുത്ത്? നീ എഴുതുമായിരുന്നു, കൈ കടച്ചപ്പോൾ റെസ്റ്റ് എടുത്തതാ. ഉവ്വ്, കുറേ എഴുതാനുണ്ടോ? കുറേയുണ്ട്. മാഷ് എഴുതി തരൂ? അയ്യടി, ഞാനാരാ, നിന്റെ വേലക്കാരനോ? ഉള്ളിൽ ചിരി അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. അയ്യോ അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അല്ല, എന്താ വരയ്ക്കുന്നത് നോക്കട്ടെ. ഞാൻ ആ ബുക്ക് മേടിക്കാനാഞ്ഞതും അവൾ അത് പിറകിലേക്ക് മാറ്റി പിടിച്ചു. താ ഒന്ന് നോക്കട്ടെടോ. ഇല്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നോക്കിയിട്ട് എന്നെ കാര്യം. ഞാൻ വീണ്ടും അവരുടെ അടുത്തേക്ക് നീങ്ങിയതും പെണ്ണ് എണീറ്റ് ഓടി. വിടൂല മോളെ. ഞാനും പിറകെ ഓടി. ഈ കുരിപ്പ് എന്നാ ഓടുന്നത്. പെണ്ണ് വരാന്തയിലേക്ക് ഓടിക്കയറാൻ നോക്കിയപ്പോൾ ഞാൻ അവളെ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. പെട്ടെന്നായതുകൊണ്ട് ദേവിക്കുട്ടി ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തേ ഇപ്പോൾ ഓടുന്നില്ലേ? മീശ വിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. അവൾ പേടിയോടെ ഇല്ലെന്ന് ചുമൽ കൂച്ചി കാണിച്ചു. മാഷെ വീട്ട്, ആരെങ്കിലും കാണൂ പ്ലീസ്, ഞാൻ പോട്ടെ. അവൾ കുതറിക്കൊണ്ട് മാറാൻ ശ്രമിച്ചത് ഞാൻ അവളുടെ അരയിലൂടെ കൈയിട്ട് ഒന്നുകൂടി എന്നോട് ചേർത്ത് നിർത്തി. മാഷേ, മുറിഞ്ഞ ശബ്ദത്തോടെ തീപ്പെട്ടി വിളിച്ചു. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നതും പേടിയോടെ ഉമിനീറിറക്കുന്നതും ഞാൻ കൗതുകത്തോടെ നോക്കി. ഹൃദയമിടിപ്പുകൾ തമ്മിൽ ഒന്നായ നിമിഷം ആ മുഖത്ത് നിന്ന് നോട്ടം പിൻവലിക്കാനാകുന്നില്ല. അവളുടെ മുഖത്തേക്ക് അലസമായി വീണുകിടന്ന മുടി ഞാൻ പതിയെ മാടിയൊതുക്കി വെച്ചു. പതിയെ എൻ്റെ കൈകൾ അവളുടെ കൈകളിലേക്ക് നീണ്ടു. പിടി അയഞ്ഞെന്ന് മനസ്സിലായപ്പോൾ ദേവികുട്ടി എന്നെ തള്ളി മാറ്റി. ഒരു ചിരിയോടെ വെള്ളിക്കുലിസ് കിലുക്കി അവൾ ഓടിയകന്നപ്പോൾ ഞാൻ അവൾ പോയ വഴിയിലേക്കും പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കിലേക്കും നോക്കി. അതിലെ അവൾ വരച്ച പേജ് ഞാൻ തുറന്നു നോക്കി. ആർത്തളിച്ച് തീരത്തെ ചുംബിക്കാനെത്തുന്ന തിരമാല, അതിൻ്റെ തീരത്ത് നിന്ന് തൻ്റെ പ്രണയസംഖ്യയെ നെഞ്ചോട് ചേർത്ത് സൂര്യാസ്തമയം കാണുന്ന അവളുടെ പ്രിയപ്പെട്ടവൻ. ആ മനോഹര ചിത്രം കണ്ട് എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ജനൽവാതിലൂടെ ഒഴുകിയെത്തി ഇളന്തണ്ണിലെ ആവാഹിച്ചുകൊണ്ട് ഞാൻ ആകാശത്തിൻ്റെ നിലാവിനെ പൊഴിക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്നു. പൂർണ്ണചന്ദ്രൻ എൻ്റെ പാതിക്ക് കിടക്കുന്ന പ്രണയ സമ്മാനമല്ലേ ഈ നീലനിലാവ്? അതേപോലെ എനിക്ക് കിട്ടിയ സമ്മാനമാണ് എൻ്റെ മാഷ്. ഓരോ നിമിഷവും എനിക്ക് മാഷിൻ്റെ ദേവിക്കുട്ടിയായി ആ ഹൃദയത്തിലേക്ക് അലിഞ്ഞു ചേരണം. എൻ്റെ മാത്രം മാഷിലേക്ക് എനിക്ക് ഒതുങ്ങിക്കൂടണം.